അല്ല, ഇറാനായി ഇപ്പോൾ നിലവിൽ ഈ പറഞ്ഞ പോലെ ഹമാസിനെയൊക്കെ ഫണ്ട് ചെയ്തുകൊണ്ടിരുന്നത്, അതായത് ഞാൻ മനസ്സിലാക്കുന്നത് 100 കോടി മില്യൺ ഡോളർ തൊട്ട് 350 കോടി വരെ ഫണ്ട് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ വ്യക്തത താങ്കൾ വരുത്തു. ഞാൻ പറയുന്നത് ഈ ഇറാൻ്റെ ഒരു സാമ്പത്തികാവസ്ഥ ഒന്നും അത്രത്തോളം മെച്ചമല്ലാതിരുന്ന കാലത്ത് പോലും ഈ പറഞ്ഞ ഇസ്രായേലിന് എതിരെ പോകുന്ന സംവിധാനങ്ങൾക്ക്, ഈ മിലിറ്റൻസിന് അവർ ഫണ്ട് ചെയ്തുകൊണ്ടിരുന്നു. ഇവിടെ ഇപ്പോൾ ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, ഈ അയത്തുള്ള ഖമനേയി വീണു, അങ്ങനെയാണെങ്കിൽ ഇറാൻ്റെ ഈ ഫണ്ട് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്ന സംവിധാനം ഇപ്പോൾ ഫലപ്രദമായി മുന്നോട്ട് പോകുന്നില്ല. അമേരിക്ക ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ ടേക്ക് ഓവർ ചെയ്യൂ നിങ്ങളുടെ ഗവൺമെൻറ്റിനെ എന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. അങ്ങനെ സംഭവിച്ചാൽ നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇറാനിൽ നടക്കുന്നൊരു ആഭ്യന്തര പ്രശ്നമുണ്ട്. അവർക്ക് ഈ മതരാഷ്ട്രം വേണ്ട എന്നൊരു വലിയ വിഭാഗം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മതവും രാഷ്ട്രവും വ്യത്യസ്തങ്ങളായി നിൽക്കട്ടെ, മതം രാഷ്ട്രത്തിൽ ഇടപെടേണ്ട, സെക്കുലറായി മുന്നോട്ട് പോകാം. മതം ഈ പറഞ്ഞതുപോലെ രാജ്യത്തിൻ്റെ നിയമത്തെയോ വിദ്യാഭ്യാസത്തെയോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെയൊന്നും സ്വാധീനിക്കേണ്ട. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്ന സെക്കുലറിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ധാരാളം ഉണ്ട്. ഇതിപ്പോൾ അമേരിക്ക പറയും പോലെ നടന്നാൽ, ഈ പറഞ്ഞ ഖമനേയി പോയി ഇനിയൊരു പുതിയ സർക്കാർ വരുന്നു, അത് സെക്കുലർ സർക്കാരാണെങ്കിൽ ഈ പറഞ്ഞ ഹമാസ് പോലെയുള്ള സംവിധാനങ്ങൾക്കുള്ള ഫണ്ടിങ് നിലയ്ക്കും. അങ്ങനെയാണെങ്കിൽ അന്താരാഷ്ട്ര ഭീകരവാദത്തിന് ഹമാസിനെ കേന്ദ്രീകരിച്ചുള്ള ഇതിന് കുറവ് വരുമോ? ലോകത്ത് ഏറ്റവും അധികം ഭീകര പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ചെയ്തിട്ടുള്ള രാജ്യം ഏതാണ്? അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അല്ലേ? തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ബിൻ ലാദനെ ഉൾപ്പെടെ സൃഷ്ടിച്ചത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അല്ലേ? സോവിയറ്റ് അധിനിവേശ കാലത്ത് ആ ഭരണകൂടത്തിനെതിരെ, അഫ്ഗാനിസ്ഥാൻ്റെ ഭരണകൂടത്തിനെതിരെ ഒരു മേഴ്സിനറിയായി അയച്ചത് അമേരിക്കയിൽ ട്രെയിൻഡായ ഒസാമ ബിൻ ലാഡൻ എന്ന ചെറുപ്പക്കാരനെയാണ്. സോവിയറ്റ് കാലഘട്ടം അവസാനിച്ചു, ശീതയുദ്ധം അവസാനിച്ചു, സോവിയറ്റ് സൈന്യം പിന്മാറി. അതിനുശേഷം നജീബുള്ള ഭരണകൂടം കാലയളവിനുള്ളിൽ മറഞ്ഞു. അപ്പോൾ ബിൻ ലാഡന് പണിയില്ലാതായി. ഹി ട്രെയിൻഡ് ഹിസ് ഗൺസ് അഗൻസ്റ്റ് അമേരിക്ക. ഇവിടെയെല്ലാം സെൻട്രൽ അമേരിക്കൻ റീജിയൻ, വെസ്റ്റ് ഏഷ്യ, എല്ലായിടത്തും ഭീകരതയ്ക്ക് ഫണ്ട് ചെയ്യുന്ന ഒരു രാജ്യം തന്നെയായിരുന്നു അമേരിക്ക. പക്ഷേ അമേരിക്കയ്ക്കുള്ളിൽ ഒരു ഭീകര പ്രവർത്തനവുമില്ല. സമാനമായ രീതിയിൽ ഇറാനും അത് തന്നെയാണ്. ഇറാനുള്ളിൽ ഒരു ഭീകര പ്രവർത്തനം, പുറത്തുള്ളവർ ഹമാസിനെ ഭീകര ഐഎസിനെ അടുപ്പിച്ചില്ല. ഹമാസിനെ അടുപ്പിച്ചില്ല. ഐഎസിനെ എങ്ങനെ അടുപ്പിക്കുന്നത്? ഐഎസ് സുന്നി ഔട്ട്ഫിറ്റ് അല്ലേ? ഇത് സുന്നികളാണ്. ഇത് ഷിയാ സുന്നി വ്യത്യാസമൊന്നുമില്ല. ഇസ്രയേലിനെ എതിർക്കുന്ന കാര്യത്തിൽ ഒരു ഏകമാന സ്വഭാവം. ഷിയാക്കളാണ് ഹൂതികൾ, ഷിയാക്കളാണ് ഹിസ്ബുള്ള, സമ്മതിക്കുന്നു. പക്ഷേ സുന്നികളാണ് ഹമാസ്. ഇവരെല്ലാം ഫണ്ട് ചെയ്തു. കയ്യിൽ നിറയെ പണമുള്ളതുകൊണ്ടല്ല, പ്രതീക്ഷയുടെ പിന്നിൽ എക്സ്പോർട്ടിങ് ഇറാനിയൻ റവല്യൂഷൻ, ഇറാൻ വിപ്ലവത്തിൻ്റെ ആ തീജ്വാല ഇറാനിൽ മാത്രം കത്തിയാൽ പോരാ, ആ പ്രദേശത്ത് ആകമാനം ജ്വലിച്ചു നിൽക്കാൻ വേണ്ടി പണ്ട് സോവിയറ്റ് യൂണിയൻ ചെയ്ത അതേ അബദ്ധം സോവിയറ്റ് യൂണിയൻ ഇന്ത്യയെ കൈയച്ച് സഹായിച്ചു. നമ്മൾ നന്ദിപൂർവ്വം അത് ഓർക്കുന്നു, സൗകര്യപൂർവ്വം അത് മറക്കുകയും ചെയ്തു. അതാണല്ലോ പ്രായോഗികത. അന്ന് സഹായമൊക്കെ ചെയ്തു. അത് പൊളിറ്റിക്സാണ്, അതെല്ലാം പൊളിറ്റിക്സാണ്. അതാണ് ദേശീയ താല്പര്യം. അന്ന് സോവിയറ്റ് യൂണിയനെ സംബന്ധിച്ചിടത്തോളം ദേശീയ താല്പര്യം മാത്രമല്ല നോക്കിയത്, ഒരു പ്രത്യയശാസ്ത്രം. ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് ക്രമത്തിലേക്ക് വരുന്നു, നെഹ്റുവാണ് തലപ്പത്ത്, ഇന്ത്യ സഹായിച്ചു, കൈവിട്ട് സഹായിച്ചു. അതിനെല്ലാം വലിയ വില കൊടുക്കേണ്ടി വന്നു. സിറിയയിലെ ബാഷർ അൽ അസദിൻ്റെ ഭരണകൂടത്തെ സോവിയറ്റ് യൂണിയൻ പിന്താങ്ങി, ഇറാനും പിന്താങ്ങി. കയ്യിൽ പണമുള്ളതുകൊണ്ടല്ല, അവിടെ ഇറാൻ അനുകൂലം ഒരു ഭരണകൂടം സിറിയയിൽ ഉണ്ടാകണം എന്നാഗ്രഹിച്ചതുകൊണ്ടാണ്. അങ്ങനെ സോവിയറ്റ് യൂണിയൻ ചരിത്രപരമായി ചെയ്ത ബ്ലണ്ടർ, ആവശ്യത്തിലധികം മറ്റ് രാജ്യങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുകയും ഫണ്ട് ചെയ്യുകയും വളർത്തിയെടുക്കുകയും ചെയ്ത് അവസാനം സ്വന്തം ശവക്കുഴി തോണ്ടി സോവിയറ്റ് യൂണിയൻ. സമാനമായ രീതിയിലാണ് ഇറാനും പ്രവർത്തിച്ചത്. അമേരിക്ക ഫണ്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ബിസിനസ് സാധ്യത അമേരിക്ക കണ്ടു. കൃത്യമായി അമേരിക്ക വാസ് ഏബിൾ ടു എക്സ്ട്രാക്ട് എ പൗണ്ട് ഓഫ് ഫ്ലഷ്. തീവ്രവാദം വ്യാപിപ്പിക്കുക, അതിനെതിരെ ഗവൺമെൻറ്റുകൾക്ക് ആയുധങ്ങൾ വേണമല്ലോ, അമേരിക്ക തന്നെ ആയുധങ്ങൾ കൊടുക്കും. ബഗ്ഗിനെ ഉണ്ടാക്കി ഡീബഗ് ചെയ്യുന്ന ബിസിനസ്. അതെ, ബഗ്ഗിനെ ഉണ്ടാക്കി അതിനെ തകർക്കാൻ മറ്റൊരു ബഗ്. അപ്പം ചാരന്മാരെ സൃഷ്ടിച്ച് വിട്ട് ആ ചാരന്മാരെ പിടിക്കാൻ മറുചാരന്മാരെ വിടുന്ന ഒരു സംവിധാനം. ഇതെല്ലാം തന്നെ അമേരിക്കയ്ക്ക് പയറ്റാം. ഇറാൻ അത് കണ്ട്, ആന വാ പുലർക്കുന്നത് കണ്ട് അണ്ണാൻ കുഞ്ഞ് വാ പുലർന്ന മാതിരിയാണ് ഇറാൻ സമാനമായ രീതിയിൽ. പക്ഷേ ഇറാന് അത് പിടിച്ചു നിൽക്കാൻ സഹായകരമായിരുന്നു. 47 വർഷം പിടിച്ചു നിന്നില്ലേ? പിടിച്ചു. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് ആഗോളതലത്തിൽ ഇതൊരു ചർച്ച ചെയ്യുന്ന വിഷയമാണ്, ടെററിസം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഇസ്ലാമിസ്റ്റ് എക്സ്ട്രീം ആയിട്ടുള്ള പ്രത്യയശാസ്ത്രത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ടെററിസം. ഇതിന് കുറവ് വരുമോ? എങ്ങനെയാണ് താങ്കൾ ഇതിനെ വിലയിരുത്തുക? ടെറർ ഹാസ് നോ റിലിജിയൻ. പക്ഷേ ടെറർ യൂസസ് റിലിജിയസ് നറേറ്റീവ്സ് ഫോർ സ്റ്റെബിലിറ്റി, ഫോർ അക്സെപ്റ്റൻസ്, ഫോർ ക്രെഡിബിലിറ്റി, അല്ലെങ്കിൽ ന്യായീകരണത്തിന് വേണ്ടി ആണ് ഉപയോഗിക്കുന്നത്. അത് ഇസ്ലാമിക ഇൻ ദ നെയിം ഓഫ് ഇസ്ലാം ടെറർ ഈസ് ബീങ് യൂസ്ഡ്, ഹോളി വാർ,
അല്ലേ, അതൊക്കെ എന്താണ് വലിയ രീതിയിൽ ജിഹാദ്. അല്ല, അത് ഞാൻ യോജിക്കുന്നു. കാരണം അങ്ങനെയാണെങ്കിൽ ഇറാനിൽ ഈ പറഞ്ഞ പോലെ ഒരു സെക്കുലറിസ്റ്റ് താല്പര്യമുള്ള ആൾക്കാരുണ്ടാകത്തില്ല. ഇറാനിലും ഇസ്ലാംസ് ആണല്ലോ ഉള്ളത്. ഇറാനിൽ സെക്കുലറിസ്റ്റ് താല്പര്യം വളരാനുള്ള പ്രധാന കാരണം ഇറാൻ ഷായാണ്. അതിനു മുൻപും ഇറാൻ വാസ് എ സീറ്റ് ഓഫ് സിവിലൈസേഷൻ. ഇറാൻ മുസ്ലിം റിലിജൻ വരുന്നത് എന്നാണ്. അതിനു മുൻപ് എത്രയോ വലിയ സിവിലൈസേഷൻ ആയിരുന്നു. ഇസ്ലാമിക് കാലഘട്ടത്തും സിവിലൈസേഷന് ഒട്ടും കുറവൊന്നുമില്ല. പരമ്പരാഗതമായ പേർഷ്യൻ സാമ്രാജ്യം, കല, സാഹിത്യം, പേർഷ്യൻ കവികൾ എന്നൊക്കെയാണല്ലോ പേർഷ്യൻ കാർപ്പറ്റ്, പേർഷ്യൻ കവിത, പേർഷ്യൻ സാഹിത്യം, പേർഷ്യൻ നിർമ്മിതികൾ, അല്ലേ, പേർഷ്യൻ സ്ട്രക്ചേഴ്സ്, ഇതെല്ലാം ഈ ഡോം സ്ട്രക്ചറൊക്കെ പേർഷ്യനല്ലേ. ഈ നിർമ്മിതികൾ അപ്പോൾ ലോകത്തിൻ്റെ മുമ്പിൽ തലയുയർത്തി നിൽക്കാൻ തക്ക ഒരു സംസ്കാരമാണ്. ഇതൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ വലിയ ഒരു പരോക്കിയൽ ചിന്തകളൊക്കെ പിന്നീട് വന്നതാണ്. മതഘടനകൾ അടിച്ചേൽപ്പിച്ച ചില ചിന്തകളാണ്. പർദ്ദയ്ക്കുള്ളിൽ തളച്ചിടപ്പെട്ട ജീവിതങ്ങൾ, അങ്ങനെയല്ലായിരുന്നു പേർഷ്യ. പിന്നീട് ഇറാൻ എന്ന ഒരു പേർഷ്യയിൽ നിന്നും ഇറാനിലേക്കുള്ള പരിവർത്തനം, അതിനുശേഷം ഒരു ഇസ്ലാമിസ്റ്റ് രീതിയിലേക്കുള്ള പരിവർത്തനം, അതും തീവ്രവാദമൊന്നുമല്ല, പക്ഷേ അടിച്ചമർത്തുന്ന ഒരു അയത്തുള്ള ഭരണം മതഘടനകളുടെ. അല്ല, അത് രാജ്യത്തിനകത്ത്. ഞാൻ പറഞ്ഞു പുറത്ത് നേരത്തെ പറഞ്ഞതുപോലെ മറ്റുള്ളവനെ അടിക്കാൻ ആളെ ഏർപ്പാടാക്കുന്ന സംവിധാനത്തിനെ തീവ്രവാദം തന്നെ വിളിക്കണമല്ലോ. ഞാൻ അതിൻ്റെ കാര്യമാണ് ചോദിച്ചത്. ഈ കള്ളനാണ്, കള്ളന് കഞ്ഞി വയ്ക്കുന്നവനും കള്ളൻ തന്നെയാണ്. അപ്പോൾ ഇത് നേരിട്ട് സാധിക്കാത്തത് കഞ്ഞി വെച്ച് കൊടുത്ത് സാധിക്കുന്ന, അല്ലെങ്കിൽ നേരിട്ടടിക്കാൻ സാധിക്കാത്തത്, അല്ലെങ്കിൽ അവിടെ നിന്ന് സംയമനം പാലിച്ച് മാറി നിൽക്കുകയും കിങ്കരന്മാരെ വിട്ടടിപ്പിക്കുകയും ചെയ്യുന്ന ഇറാൻ്റെ പ്രവണത, അതാണ് പ്രോക്സീസ്. ഈ പ്രോക്സീസാണ് യഥാർത്ഥത്തിൽ, നോക്കൂ, ഈ ഒരവസ്ഥ ഇറാനെതിരെ ഇപ്പോൾ നടന്ന ആക്രമണത്തിൻ്റെ ഒരു രീതിശാസ്ത്രം നാൾ വഴികൾ വെച്ച് നോക്കിയാൽ ഇതിന് വിത്തുകൾ ഒരു ദിവസമാണ് പാകപ്പെട്ടത്. ഒക്ടോബർ 7, 2023 അവിടെ ഹമാസിൻ്റെ ഭീകരർ 1200 ഇസ്രയേലികളെ കൊന്നൊടുക്കിയപ്പോൾ ഇറാൻ്റെ കാര്യത്തിൽ തീരുമാനമായി. മുൻകൂട്ടി തന്നെ എടുത്ത തീരുമാനം, ഒരു തിരക്കഥയനുസരിച്ച് ഇസ്രയേലും അമേരിക്കയും തയ്യാറാക്കിയ, ഇസ്രയേലിൻ്റെ ഡയറക്ഷനിൽ, ഇസ്രയേലാണ് കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം ഇസ്രയേലാണ്. അതിൻ്റെ ഒരു ഗസ്റ്റ് പ്ലെയർ എന്ന നിലയിൽ അവസാന നിമിഷം ചില സിനിമകളിലൊക്കെ അമേരിക്ക കൊണ്ട് വന്ന് അടിച്ച് കലക്കി ഒരു പ്രധാനപ്പെട്ട ഒരു നായക നടനെ അവസാന നിമിഷം ഇറക്കുന്നത് പോലെ അമേരിക്ക വന്ന് സീൽ ചെയ്ത് അങ്ങ് എടുക്കുകയാണ്. ഇത് മുൻകൂട്ടി കുറിക്കപ്പെട്ടതാണ്. 1200 ജൂത ജീവനുകളുടെ വില, അതിൻ്റെ 10 ഇരട്ടി നിസ്സഹായരായ അറബി ജനതയുടെ ചോര ഇവിടെ വീണു. ന്യായീകരണങ്ങളല്ല ഇത്. അവിടെയും ഇവിടെയും ന്യായീകരണങ്ങളില്ല, ഒന്നിനും ന്യായീകരണങ്ങളില്ല. ഹമാസ് ആക്രമിച്ചതിന് ന്യായീകരണമില്ല, ഇസ്രായേൽ ഡിസ്പ്രപ്പോർഷനായിട്ട് തിരിച്ചടിച്ചതിന് ന്യായീകരണമില്ല. പക്ഷേ ഇതിനെല്ലാം കാരണമായത് ഇറാൻ തങ്ങളുടെ തന്നെ അരക്ഷിത ബോധത്തിൽ ചെയ്ത കാര്യമാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.